പിന്നെ നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ കിച്ചുവിന് സന്തോഷ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടി. ദാ പേപ്പറിലുണ്ട്. ഓൻ അവിടെ എത്തുന്നു പണ്ടേ നമുക്ക് അറിയണ കാര്യല്ലേ. തന്നെ നമ്മളെ കളി കണ്ടിട്ടില്ല ഓൻ പഠിച്ചത്. ഏത് നമ്മുടെ കിച്ചുവിന്റെ അച്ഛൻ കുഞ്ഞിരാമനെ നല്ലൊരു കളിക്കാരനായിരുന്നു. ശരിയാ. ഓ വരിയടാ, ഒരു ചായ കുടിക്കാം. പാലും പഞ്ചസാരയും കൂട്ടിട്ട് ഒരു അടിപൊളി ചായ ഇട്ടേ. അതെ, പാല് വേണം എത്രയും കൂട്ടിക്കും, പക്ഷെ പഞ്ചാര കൂട്ടണ്ട. പഞ്ചാരയുടെ ആദ്യത്തെ പ്രശ്നം. അപ്പൊ പാലില്ലാത്ത ചായയാണോ ഉമ്മക്കൊക്കെ തരുന്നത്? ഞാനതൊരു ഓളത്തിന് പറഞ്ഞാണ്ടോ, നിജായ്മ പിടിച്ച് തൂങ്ങാൻ നിക്കണ്ട. അല്ല ഇനിയിപ്പോ അത് പറഞ്ഞോളി. അല്ലടോ, നിങ്ങളൊരു കാര്യം അറിഞ്ഞില്ലേ? നമ്മളെ കിച്ചുവിന് സന്തോഷ് ട്രോഫി ടീമിൽ സെലക്ഷൻ ഉണ്ട്. അത് തന്നെ. അതെ, ഓയെ കോച്ചിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പേ പഞ്ചായത്തിന്റെയും ക്ലബിന്റെയും വക നമുക്കൊരു യാത്ര കൊടുക്കണ്ടേ? അതെന്തായാലും വേണം. കിച്ചുവിന്റെ പേരെ കളിച്ചു വളർന്നതാ ഞാന്. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. ചായക്ക് പൈസ നോക്കി അന്നത്തെ ചായ എന്റെ ഒക്കെ ഫ്രീ. ആയിക്കോട്ടെ. ഓന് കളിച്ച് വലിയ ആളാവണമെന്ന് പണ്ടേ ഓൻ വിചാരിച്ച. എമ്മാരി കളിയ മക്കളെ, നിങ്ങൾ കണ്ടിട്ടത് പൊളിക്കും. എടോ, ഓൻ ഇവിടെ പഞ്ചായത്തിന്റെ മുത്താണ്ടോ. ഈ പരിപാടി നമുക്ക് ഗംഭീരാക്കണം പ്രസിഡന്റ്. ആക്കണടോ. ടിപ്പു, നമുക്ക് വാർഷികാഘോഷത്തിന്റെ കാര്യം ആലോചിക്കൊന്നിരിക്കണ്ടേ? ഞാനും വരാം. എന്താണെടോ പണിക്കൊന്നും പോവാതെ എന്ത് കോലാടാ അത്? പുയ്യാപ്പിള കോട്ടും സൂട്ടും ഇട്ടിട്ട്. പിന്നെ രണ്ട് പുയ്യാപ്പിളമാര്. അബിയെ വെള്ളമൊക്കെ കുറഞ്ഞോ പോയാലേ? എടാ മോനെ, സൂക്ഷിച്ചൊക്കെ പോണേ. കിട്ടിയില്ലോ. കിട്ടിയില്ലേ? വല്ല കാര്യണ്ടേ? കിച്ചോ എന്തേടാ? മാറ്. കിച്ചോ എന്താണ് മനുഷ്യന്റെ ശ്രദ്ധ? പിന്നെ കിച്ചോ എന്താണ് മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കാൻ? ശരി, അവിടെ ആയിരുന്നില്ലേ ശ്രദ്ധ. എടാ, ഇത്രയും കാലമായിട്ട് ഇനി ഓളെടുത്ത് പോയി ഒന്ന് സംസാരിച്ചിക്കോ? കഷ്ടം. ടിപ്പു, ഇവന് സംസാരിക്ക. എടാ, ഇവന് ഇവിടെ കാണുമ്പോ തന്നെ പേടിയാടാ. ഒരു കാമുകം വന്നിരിക്കുന്നു. അല്ല, ഞാനിങ്ങനെ എന്റെ ചങ്ങായി എന്ത് പൊട്ടിക്കലായത്. എങ്ങനുണ്ട്? ഓ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയണ നേരത്തെ ഇവന് ഈ പൊട്ടിക്കണ അസുഖം പണ്ടേ ഉള്ളതാ. എടാ, നിന്റെ ആള് വന്നടാ, പോയി സംസാരിക്കടാ. എടാ, ആദ്യം അവരൊന്നും ഇങ്ങോട്ട് എത്തട്ടെ. എടാ, ഓളോട് സംസാരിക്കാൻ പറ്റിയ ബെസ്റ്റ് ചാൻസ് ഇതാട്ടോ. എടാ, ഓളെ കണ്ടിട്ട് ആടെ പേടിച്ച് മൂത്രം നോക്കിയല്ലോ. എടാ, ചെല്ലടാ, പോയി സംസാരിക്കടാ. ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്? എന്തായാലും പറയണം. ഇപ്പോ എപ്പോ? ഓടാ ഓടാ, പോയി പറ. എന്റെ ഒരു ഒലക്കമ്മത്തെ പേടി. ഓടാ ഓടാ ഓടാ. പോയി മിന്നു, എന്താ കിച്ചു? എന്തോ പറയാനുണ്ടല്ലോ. അതൊക്കെ പറയാനുള്ള കാര്യം പറയാ. അവർക്കെന്തോ, അല്ല എനിക്കെന്തോ പറയാനുണ്ട്. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആണോ? ആ വായും തന്നെ കേക്കട്ടെ, പറ. സന്തോഷ് ട്രോഫി കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അതെന്താടി നിനക്കൊരു സന്തോഷമില്ലാത്ത മിന്നു? എടാ പൊട്ട, ഞാൻ ഇത് ഓൾറെഡി പത്രത്തിൽ നിന്ന് വായിച്ചു. പത്രത്തിലൊക്കെ വായിച്ചോ? എന്നിട്ട് സന്തോഷായോ? എനിക്കെന്താ സന്തോഷം? പിന്നെ സന്തോഷം. എന്താ? ഞാൻ അന്ന് ബോള് തട്ടിക്കളിച്ചിട്ടല്ലേ കിച്ചു വലിയ കളിക്കാരനൊക്കെ ആയത്. അത് മറക്കരുത് കേട്ടോ. ഇല്ല, അത് ഞാൻ മറക്കില്ലല്ലോ മിന്നു. കിച്ചു വലിയ പെലയും മറഡോനയൊക്കെ ആയി കഴിഞ്ഞാ നമ്മളെയൊക്കെ മൈൻഡൊക്കെ ചെയ്യണേ. ഞാൻ മറക്കില്ല.
പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. അതെ, വലിയ ആളായി പട്ടണത്തിൽ കളിക്കാൻ പോകുമ്പോഴേ അവിടെ കൊറേ പെമ്പിള്ളാരുണ്ടാവും. അവരെങ്ങനെ വായി നോക്കിയാ ഇല്ലില്ല. എങ്ങനെ വായി നോക്കി ഞാൻ അറിഞ്ഞ കൊല്ലില്ലേ. അതിന് മിന്നുന്റെ അത്ര സൗന്ദര്യമുള്ള ആരും അവിടെ ഇല്ലല്ലോ. ഇപ്പൊ അതൊക്കെ പറയും.